കമ്പനിയിൽ പോകുന്നു, ഏത് പ്രൊഫൈലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കർത്തവ്യം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വിചാരിക്കും, ആ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾ തന്നെ വിചാരിക്കും നമ്മളെ സീരിയസ് അല്ല എന്നായിരിക്കും ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം. സാധാരണ ഞങ്ങൾ ഇന്റർവ്യൂസിന് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് മെയിൻലി ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടെക്നിക്കാലിറ്റീസ് പറഞ്ഞുതരാം, ഹൗ ടു മേക്ക് റെസ്യൂം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം വേണ്ട കാര്യം, നിങ്ങൾ 15-ാം തീയതി പ്രിപ്പയർ ആകുമ്പോൾ ആദ്യം വേണ്ടത് ഒപ്പം കാട്ടാക്കട.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. ഏതൊക്കെ കമ്പനീസ് ഉണ്ട് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അവസാനത്തെ ദിവസം വരെ, അതായത് 15-ാം തീയതി 14-ാം തീയതി വരെയും അതിൽ ജോബ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. ഇതുവരെ ഏകദേശം 51 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1800 പുറത്ത് വേക്കൻസീസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ കയറുക, ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, അതിൽ എനിക്ക് ഏതൊക്കെ അനുയോജ്യമായ ജോലികളുണ്ട്, ഞാൻ എലിജിബിൾ ആയിട്ടുള്ള ജോലികളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് തിങ്. എന്നിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ആയി ജോബ് ഫെയറിന് പോകും. സാധാരണ എപ്പോഴും ജോബ് ഫെയർസിനെല്ലാം നമുക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു 100% എഫേർട്ട് എടുക്കാറില്ല. ജോലി നമ്മുടെ നാട്ടിലോ സൊസൈറ്റിയിലോ മാർക്കറ്റിലോ ഇല്ലാത്തതുകൊണ്ടല്ല, ആ ജോലി കിട്ടാനുള്ള ആൾക്കാരെ പോലെ തന്നെ ജോലി വേക്കൻസീസും ഒരുപാട് മാർക്കറ്റിലുണ്ട്. പക്ഷേ എലിജിബിലിറ്റി മീറ്റ് ചെയ്യും, സ്കില്ല് മീറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് ഉണ്ടാവണം. അതിന് വളരെ എളുപ്പമായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ എല്ലാ വേദികളിലും പറഞ്ഞാൽ, ഒരു ഡ്രൈവർ വേക്കൻസിക്ക് പോകുന്നതാണ്, അയാളുടെ എലിജിബിലിറ്റി എന്തായിരിക്കും? എല്ലാവരും വണ്ടി ഓടിക്കുന്നില്ലേ, എന്തായിരിക്കും ഒരു ഡ്രൈവർ വേക്കൻസിക്കുള്ള എലിജിബിലിറ്റി? ലൈസൻസ്, ഓഫ്കോഴ്സ്. പക്ഷേ വേണ്ട കഴിവ് എന്താണ്? ഡ്രൈവിംഗ്. അതാണ് സ്കിൽ. ഇതാണ് വ്യത്യാസം. എലിജിബിലിറ്റി മീറ്റ് ചെയ്യും, ബട്ട് നമുക്ക് ആ സ്കില്ലാണ് മിസ്സാവുന്നത്. അവിടെയാണ് നമ്മുടെ എംപ്ലോയബിലിറ്റിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം, ഇല്ലേ? നമ്മൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളിടത്താണ് നമ്മൾ ഇന്റർവ്യൂവിന് ഓഫ്കോഴ്സ് വിളിക്കുക. പക്ഷെ അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടാത്തത് ആ സ്കില്ലില്ലാതെ. അത് വളരെ നമ്മുടെ വീട്ടിലൊരു ഡ്രൈവറെ നമ്മൾ ജോലിക്ക് എടുക്കും. ഒരു ആളിനെ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് എടുക്കുമ്പോൾ ലൈസൻസ് ഉണ്ടെന്ന് മാത്രം നോക്കി നമ്മൾ വണ്ടി എടുക്കില്ല. നമ്മുടെ ജീവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കണേ. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടല്ലേ എടുക്കുള്ളൂ. ഇതുപോലെയാണ് ഒരു കമ്പനിയിലോട്ട്, ഒരു പ്രസ്ഥാനത്തിലോട്ട് ഒരാളെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. കാരണം ആ ആൾ ആ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിരിക്കും. അപ്പോൾ ആ ജോലി അറിയാം, ജോലി ചെയ്യാൻ അറിയണം, അല്ലാതെ എലിജിബിലിറ്റി മാത്രം പോരാ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടന്റ് ബികോം ഉണ്ടായത് കൊണ്ട് ജോലിക്ക് പറ്റില്ല. ആ അക്കൗണ്ടന്റ് ചെയ്യേണ്ട ജോലികളെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ അയാളെ ജോലിക്ക് എടുക്കൂ. അപ്പം നമ്മൾ മനസ്സിലാക്കിയത്, ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്, നമ്മൾ ഏത് കമ്പനി ഏത് ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബികോം കഴിഞ്ഞു അല്ലെങ്കിൽ എംകോം കഴിഞ്ഞു, ഒരു അക്കൗണ്ടന്റ് ജോലിക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ പഠിച്ച ടാലി നമ്മൾ റിവൈസ് ചെയ്യണം, എക്സലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. കാരണം നമ്മളിത് ചോദിക്കുന്നത് അതിൻ്റെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളൊരു അക്കൗണ്ടന്റ് ജോലിക്ക് പോകുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമ്മൾ അവിടെ ചെന്നിരുന്ന് കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെയായിരിക്കാം ടെക്നിക്കലി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളോട് വരിക. അപ്പോൾ നമ്മൾ അതിനെ പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. ആ പ്രിപ്പറേഷൻ എപ്പോൾ വരെയാണ്? ഒക്ടോബർ 15-ാം തീയതി 9:30 വരെയുള്ളത്. നമ്മുടെ ഇന്റർവ്യൂസ് എല്ലാം എപ്പോഴും തുടങ്ങുന്നപ്പോഴാണ്, ആ സമയത്താണ് തുടങ്ങുന്നത്. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നത് ഇത്രയും ദിവസം മുമ്പും അതിനു വേണ്ടി നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയമാണ് 15-ാം തീയതി 9:30 എന്ന് പറയുന്ന സമയം. അപ്പോൾ അന്ന് 9:30-ക്ക് മുമ്പ് വരെ ഉള്ളതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. അവിടെയാണ് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത്. ഈ എടുത്ത എഫേർട്ടിനെ ഷോക്കേസ് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ ആ വേദിയിൽ ചെയ്യുക. അപ്പോൾ 9:30 വരെ, അല്ല രാവിലെ 9:30 ആകുമ്പോൾ നമ്മൾ ഓടിപ്പടച്ച് റെസ്യൂമിൻ്റെ പ്രിന്റ് എടുക്കുന്നു, നേരെ പങ്കജാസുവിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെയുള്ള DTP സെന്ററിൽ പോയി. ഇന്ന് മിക്കവാറും ആ 15-ാം തീയതി മുമ്പ് എടുത്തുള്ള DTP സെന്ററുകളെല്ലാം കുറേ ബയോഡേറ്റയുടെ ഫോർമാറ്റിൽ ഉണ്ടാക്കിയിരിക്കും. നമ്മൾ ചെല്ലും അച്ഛൻ്റെ പേരും അമ്മേൻ്റെ പേരും എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് സ്കില്ല് അടിച്ചിട്ടുണ്ടെന്നോ, ബികോം ആണോ BBA ആണോ ബിടെക് ആണോ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ കൊടുക്കുന്നത് റെസ്യൂമേ, ബയോഡേറ്റ അല്ലെങ്കിൽ CV എന്ന് പറയുന്ന സാധനമാണ് കൊടുക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം ടെക്നിക്കലി അജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരുന്നായിരിക്കും. ഇതാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതിലുള്ള കണ്ടന്റിനെ ബേസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജോലിനെ ബേസ് ചെയ്തായിരിക്കും 100% ചോദ്യം വരുന്നത്. അല്ലാതെ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, വന്നത് ബസ്സിലാണോ, സ്കൂട്ടറിലാണോ, മുട്ടിലിഴഞ്ഞാണോ എന്നൊന്നും അവർ ഇൻവെന്റ് ചെയ്തിട്ടാണ്. അതൊന്നും അവരുടെ പ്രശ്നമല്ല. നമ്മൾ റെസ്യൂമേൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ജോലിക്ക് വേണം എന്ന് അവർക്ക് തോന്നുന്ന എന്തൊക്കെ കേപ്പബിലിറ്റീസ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മൾക്ക് വരുന്ന ഒരു ചോദ്യം. അപ്പോൾ ആ റെസ്യൂമേ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തല്ലേ പറ്റുള്ളൂ.
നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു റെസ്യൂം നമ്മൾ കൊണ്ടുവരുന്നത് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഹോബീസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫുട്ബോളാണ് ക്രിക്കറ്റാണെന്ന് പറയും. അതിനെ ബേസ് ചെയ്തുണ്ടായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റിയിരിക്കണം. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു തെറ്റായ ഒരു പ്രസന്റേഷനാണ് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കേട്ടു. നമുക്കുള്ള നോളജ് ലിമിറ്റഡ് ആയിട്ടുണ്ട്. അത് ലിമിറ്റഡ് ആണെങ്കിലും അത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റും. തെറ്റായത് ചെയ്യാതിരിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം അതിലൂടെ ചെയ്തു വയ്ക്കുക. കാരണം അതിനെ ബേസ് ചെയ്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റണം. അതുകൊണ്ട് നേരത്തെ തന്നെ റെസ്യൂം പ്രിപ്പയർ ചെയ്യണം. ഫോർമാറ്റ്സ് നെറ്റ് അവൈലബിൾ, നമ്മൾ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കണ്ട, അത് മതി. പക്ഷെ അത് തെറ്റില്ലാതെ ചെയ്തു, അതാണ് ആവശ്യം. അത് തെറ്റില്ലാതെ ചെയ്ത് നമ്മൾക്ക് അവിടെ എന്താണ് പ്രസന്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് ജോലിക്ക്, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ആദ്യം ചെയ്യുന്നത്. പ്ലസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി, ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കാം. ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബൈ തലേദിവസം രാത്രിയെങ്കിലും ചെയ്തു വെക്കണം. അതിലെന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം, എന്തൊക്കെ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ പണി. അതിനുശേഷം ഈ പറഞ്ഞ എന്ത് കമ്പനി, ആ കമ്പനിയെക്കുറിച്ച് നമ്മളൊരു ബ്രീഫായിട്ട് പഠിച്ചെടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മുരളിയിലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവർ എന്തുകൊണ്ട് ഈ കമ്പനി അപ്ലൈ ചെയ്തു? കാരണം എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മുരളി എന്ന് പറയാൻ പറ്റില്ല, ഇമെയിൽ പോകാൻ. അപ്പം അതിന് എന്തുകൊണ്ട് സാർ മുരളി എന്ന് പറഞ്ഞ കമ്പനി ഇത്രയും ഷോർട്ട് സ്പാനിൽ ഇത്രയും വളർന്ന വലിയൊരു ഫാമാണ്, എനിക്ക് അതുകൊണ്ട് പണ്ടുകൊണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, പോസിറ്റീവായിട്ട് പറയാൻ പറ്റണം. അവിടെ ഒരു അക്കൗണ്ടന്റ് ജോലിക്കാണ് വിളിക്കുന്നത്, എന്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നു? കാരണം എനിക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് എപ്പോഴും എക്സലിൽ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്നുമല്ല. വി ഷുഡ് ബി വെരി സ്പെസിഫിക്. അക്കൗണ്ടന്റ് ജോലി ചെയ്തു, കാരണം ഞാൻ B.Com ആണ് പഠിച്ചത്. അന്ന് എനിക്ക് അക്കൗണ്ടിങ്ങിനോട് ഭയങ്കര താല്പര്യം. ഞാൻ അന്നേ ടാലിയിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് ആ വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. എത്ര നമ്മളെ അക്കൗണ്ടിങ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്, എക്സൽ കാര്യങ്ങളുണ്ട്, ടാലിയുടെ കാര്യം പറയുന്നത്. സോ അവർക്കറിയാം അറ്റ്ലീസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ അറിയാം, ഈ വന്ന ആൾക്ക് എന്തെങ്കിലും അറിയാം എന്നൊരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ജോലി എന്ത് മനസ്സിലാക്കി തന്നെ പോകണം എന്ന് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അക്കൗണ്ടിങ് ജോലിക്കാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. മറ്റ് ടെക്നിക്കൽ ജോബ്സിനാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ 9:30 മുമ്പുള്ള കാര്യത്തിൽ ചെയ്യേണ്ടത്. പിന്നെ സാധാരണ ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ചിരിയും വിഷമവും അവസരങ്ങളുണ്ട്. നമ്മുടെ ആൾ റൂമിൽ കയറി വന്ന് കഴിയുമ്പോൾ ശരി നിങ്ങളെ ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് കൈനോട്ടക്കാരനെ അടുക്കി വെക്കുന്ന ദേശം കൊടുത്ത് ഒപ്പം പിന്നെ അധികം ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. സാർ അല്ല ഇതല്ല ഇന്നലത്തെ സാർ, ഇത് ഇന്നത്തെ സാർ, ഈ രീതിയിലാണ് ഇത്. അപ്പോഴേ അവരെ നമ്മൾ ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല, നമ്മൾ ഒട്ടും പ്രൊഫഷണൽ അല്ല. അപ്പം നമ്മൾ ജോലിക്കെടുത്ത എന്ത് ചെയ്യും, ഒരു പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞാൽ അടുത്ത ആഴ്ചയ്ക്ക് ആ പേപ്പർ നമ്മൾ മുക്കി വെക്കണം. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അബ്സോർവ് ചെയ്യില്ല. അപ്പം നമ്മുടെ ഈ രീതികളിലാണ് നമ്മൾ ഇംപ്രസ് ചെയ്യുന്നത്. ഈ ഓരോന്നും അവർ ചെയ്യിക്കുന്നതും നമ്മളെ കൊണ്ട് അറിയിക്കാനാണ്. അവരൊരിക്കലും അവിടെ ഇരിക്കുന്നത് നമ്മളായിട്ട് ഒരു ബന്ധം പുതുക്കാനോ അല്ലെങ്കിൽ ബന്ധു പോകണമെന്ന് അറിയാനൊന്നും അല്ല. നമ്മളിലെ കഴിവുകൾ അടക്കാനും നമ്മുടെ സ്വഭാവം അടക്കാനും വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. സോ ആദ്യം ഇവർ ചോദിക്കുമ്പോൾ അത് നമ്മളൊരു ഓർഡറിൽ നമ്മൾ ഫയലിനകത്ത് ഇട്ട് വെക്കുകയാണ്. റെസ്യൂമേ, അതിനുശേഷം ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതിനുശേഷം ബാക്കിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഈ ഓർഡറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വെക്കണം. അതിന് നമ്മൾ മനസ്സിലാക്കി ഇത് ചേട്ടാ ഇതൊന്നും ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മോളെ ഇതൊന്നും ചെയ്ത് വെക്കുന്ന നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിച്ച് വെച്ചാൽ നമുക്ക് അറിഞ്ഞു അതിനകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്. ആരെ കൊണ്ട് ചെയ്യും, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളത് തുറന്ന് നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഫയൽ എങ്ങനെ തലത്തിലായിരിക്കും കാര്യങ്ങൾ കൊടുക്കുക. അപ്പം അത് നമ്മൾ തന്നെ ചെയ്തിട്ട് പോകണം. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഹാളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ചെയ്യും? വിളിക്കുന്ന ഇൻ്റർവ്യൂവിലേക്ക് സാധാരണ ഇൻ്റർവ്യൂ പോലെയല്ല. ഈ ജോബ് ഫെയറിന് നിങ്ങൾക്ക് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ദോഷം പറയാം. ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇൻ്റർവ്യൂ ഇപ്പോൾ വെരി സിസ്റ്റമാറ്റിക്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് നമ്മൾ ഓൾ ഫോർ എഴുതുന്നു, നമ്മൾ റിസപ്ഷനിൽ ഇരുന്നു, നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു, ഓരോരുത്തരും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അതുവരെ നമുക്ക് ഇരിക്കാം, നമുക്ക് അടുത്ത സംസാരിക്കാം. നമ്മൾ ഇൻ്റർവ്യൂ നമ്മുടെ ചാൻസ് വരുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന ഫേസിന് വരും. ഈ ജോബ് ഫെയർ ഒരിക്കലും ഇതിനായിരിക്കില്ല. നിങ്ങൾ ആലോചിക്കുന്ന വെളപ്പിൽശാല പഞ്ചായത്തിൽ നിന്ന് ഒരു ലിമിറ്റഡ് ക്രൗഡ് വന്നതാണ് ഇത്രയും പേര്. സോ ക്യാൻ യു എക്സ്പെക്ട് അന്നത്തെ ജോബ് ഫെയറിൽ എത്ര പേരുണ്ടാവും? ഇറ്റ് വിൽ ബി ഓൺ തൗസൻഡ്സ്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നതിൽ നിന്ന് ഇടയിൽ നിന്ന് വേണം നമ്മൾ ഇൻ്റർവ്യൂ പോകാൻ. അപ്പോൾ ഞാൻ ഈ നിന്ന് ഈ വേർക്കുന്ന പോലെ അന്ന് നിങ്ങൾ എല്ലാവരും നിന്ന് വേണം അവരവരുടെ ടേണിന് വേണ്ടി. പക്ഷേ ക്ഷമ പാലിച്ചേ പറ്റും. കാരണം നമ്മുടെയും കൂടെ ആവശ്യമാണ്, നമ്മുടെ മാത്രമല്ല നമ്മുടെയും കൂടെ ആവശ്യമാണ്. സോ വി ഷുഡ് ബി എന്താണ് കൺട്രോൾ ചെയ്ത് സഹിഷ്ണുതയോടുകൂടി സമാധാനപരമായിട്ട് നിൽക്കാൻ പറ്റണം.
അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ കമ്പനിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്കും 10 20 പേര് നിൽക്കുന്ന ക്യൂ ആയിരിക്കാം. നമുക്ക് എന്ത് എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ടേണിന് വേണ്ടി കാത്തിട്ട് സമാധാനമായിട്ട് പോകാൻ പറ്റും. ആ സമയത്ത് ഇത് മുഖത്തെ ഭാവങ്ങളോ സ്വഭാവ രീതികളോ ഒന്നും നെഗറ്റീവ് ആവരുത്. കാരണം ഈ അകത്ത് നടക്കുന്ന മാത്രമല്ല ഇന്റർവ്യൂ. വൺസ് വി എൻജോയ് ദ പ്രിമൈസ്, അവിടെ നിന്ന് തുടർന്ന് നമ്മൾ ഇന്റർവ്യൂ. ഇവരെല്ലാം നമ്മുടെ മോണിറ്ററിൽ നിന്നുണ്ടാകും എന്നുള്ള ധാരണ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, ഇറങ്ങി പോകുന്ന ഒരാൾ അവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ പല ബിഹേവിയേഴ്സ് കാണും. പലപ്പോഴും നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഡോർ അടഞ്ഞ് തീരണതിന് മുമ്പ് തന്നെ വെളി നിൽക്കുന്ന ആളുകൾ എങ്ങനെയുണ്ട് കൂടാണ്. ഇത് അകത്തേക്കണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ അപ്പോയിന്റാൻ പോയതായിരിക്കും. ഇത് തന്നെ എനിക്കൊന്നും അവിടെ വരുമ്പോഴും വേണം അപ്പോഴും ഇതൊന്ന് മാറ്റി കൊടുക്കും. സോ വി ഷുഡ് ബി കെയർഫുൾ. ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്. സോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഒരുപാട് ചൊറിഞ്ഞിട്ടുണ്ടാവും, ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇംപ്രഷനില്ല. നമ്മൾ തിരിച്ച് സമാധാനപരമായിട്ട് പോസിറ്റീവായിട്ട് മാത്രം എടുക്കാം. കാരണം ഈ അവരുടെ ഓരോ ചോദ്യവും നമ്മളിൽ ഉണ്ടാകുന്ന പ്രഷർ സിറ്റുവേഷൻസ് ഇത് നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു മനസ്സിലാക്കാനേ. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ജോബിന് പോകുന്നതിന് ഭയങ്കര ചിലപ്പോൾ രൂക്ഷമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുകയായിരിക്കും. കാരണം സാധാരണ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ കൊണ്ടുതരുന്നത് എനിക്ക് നിങ്ങളൊരു ജോലി വേണ്ടേ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകുള്ളൂ. ഇത് അവർ നമ്മൾ ഇവാലുവേറ്റ്, നമുക്കൊരു ദേഷ്യമുണ്ട്. നമ്മൾക്ക് ദേഷ്യമുള്ളവരൊന്നുമല്ല അപ്പുറത്ത് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്. നമുക്ക് ജോലി തരാമെന്ന ആൾ തന്നെയാണ് ഇരിക്കുന്നത്. ഒരിക്കലും നമ്മൾ റിജക്റ്റ് ചെയ്യാമെന്ന ആളല്ലോ. മനസ്സിലാക്കണം, നമ്മളെ എതിരെ ഇരിക്കുന്ന ഒരാൾ നമ്മൾ അപ്പോയിന്റ് ചെയ്യാമെന്ന ആളാണ്, നമ്മൾ റിജക്റ്റ് ചെയ്യാമെന്ന ആളാണ്. കാരണം റിജക്റ്റ് ചെയ്യാൻ നമുക്ക് അയാളുടെ പണ്ടൊരു ദേഷ്യമില്ല, അതിന് നമ്മളൊരു ദേഷ്യമില്ല, നമ്മളെ വഴി വെച്ച് പിടിച്ചാലോ ബസ് കയറ്റാതിരിക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ദേഷ്യമൊന്നുമില്ല. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ വന്ന ഒരാൾ തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. സോ അയാൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും ആ ജോലിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കാൻ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇത്ര നെഗറ്റീവ് സംസാരിച്ചാലും നമ്മൾ അത് പോസിറ്റീവായിട്ട് തന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോകണം. പ്രഷർ സിറ്റുവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകണം. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന നമ്മൾ ആദ്യം അവിടെ വരുമ്പോൾ ഉള്ള കാര്യത്തിനെ കുറിച്ച് പറയാം. ഡോക്ടർ ഈ പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ പാനിക് ആകുന്നത് ആദ്യം ഇൻ്റർവ്യൂവിന് കയറുന്ന ആൾക്കല്ല ജോലി, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാണ് ജോലി. അപ്പം നമ്മുടെ ടേണിന് വേണ്ടി നമ്മൾ സമാധാനപരമായിട്ട് കാത്തിരിക്കുക. ചൂടായിരിക്കും, വെള്ളം കൊണ്ടുവരേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുക. നമ്മളെ ടേണിന് വേണ്ടി സമാധാനപരമായിട്ട് നിൽക്കുക. ആദ്യം കയറുന്ന ആൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് ഒരു നിർബന്ധമില്ല, പെർഫോം ചെയ്യുന്ന ആൾക്കാർ കിട്ടുക. അപ്പം നമ്മുടെ ടേൺ കിട്ടുമ്പോൾ നമ്മൾ വന്നാൽ മതി. ആ സമയത്ത് നമ്മൾ കയറിയത് അതുവരെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വെയിറ്റിംഗ് ഏരിയ തന്നിരിക്കുന്നത് ആ വെയിറ്റിംഗ് ഏരിയ ഇരിക്കുക. ആ ഇരിക്കുമ്പോഴും നിങ്ങൾ ഒന്നും കൂടെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട ആ കമ്പനി നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളെ കുറിച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ആ കമ്പനികളെ കുറിച്ച് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. എത്രത്തോളം ഇൻഫർമേഷൻസ് കിട്ടും അത്രത്തോളം ഇൻഫർമേഷൻസ് വേണ്ടിയിരിക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും എന്താണ് നിങ്ങളുടെ നെഗറ്റീവ്സ്. അപ്പൊ സത്യസന്ധമായിട്ട് ഈ നെഗറ്റീവ്സ് ഒന്നും വിളിച്ച് പറയരുത് ദയവ്. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യവും എനിക്കിപ്പോഴത്തെ ഇത്ര നേരം നിന്നിട്ട് കയറാനേ തോന്നിയിട്ടില്ല. ഇങ്ങനെ ഒന്നും അത്ര സത്യസന്ധത നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ജോലി നേടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഉള്ളതിനെ നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞു. സാർ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സ്പീഡാണ്, എനിക്ക് എങ്ങനെ ഔട്ട്പുട്ട് എത്തിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു സ്പീഡ്. ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് ആ റിസൾട്ട് ഉണ്ടാക്കണം. വേറൊരാളെക്കാളും പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് കാര്യം ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ഒരു കാര്യം പറയും. കാരണം നെഗറ്റീവ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. സാർ എനിക്ക് നെഗറ്റീവ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഈ ആ ചോദിക്കുന്ന ആൾക്ക് ഒരു 100 നെഗറ്റീവ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നിലോട്ട് പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ അവർ ചോദിക്കും പഴയ കമ്പനി എന്ത് പറ്റി ആ ജോലിയിൽ നിന്ന് വിട്ടത്, കമ്പനി കുറച്ച് പ്രശ്നമാണല്ലേ. എൻ്റെ പൊന്നെ സാധാരണ ആ മാന് നമ്മുടെ റോഡിൽ അടിക്കുന്ന അവസ്ഥയാണ് സാറേ എന്നൊക്കെ പറയും. എല്ലാം കേൾക്കാൻ പറഞ്ഞോണ്ട് ശരി എനിക്കും അറിയാം. അപ്പോഴേ അതിനെ മാറ്റി വിടും. കാരണം ഈ അടിക്കുന്ന ആളെ അയാൾക്ക് കിട്ടും. ശരിയല്ലോ, ഇതുപോലെ തന്നെ എനിക്കും കോളേജുകളിൽ കാര്യം ചോദിക്കുന്നത്. മറ്റേ മാത്സ് പഠിപ്പിച്ച ആളെങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം ഇയാളുടെ മുഖത്ത് പോകും. അയാൾക്ക് അത് കേട്ടത് നല്ലതെന്ന് പറഞ്ഞാലാണ് ഇഷ്ടം, ചീത്ത എന്ന് പറഞ്ഞാലാണ് ഇഷ്ടം എന്നായിരിക്കും നമ്മൾ അയാളെ മുഖം. അയാളെ മുഖം ആദ്യം ഭയങ്കര മോശം, പഠിക്കാൻ കൊള്ളില്ല. ഇതുപോലെ ഒരു നെഗറ്റീവ്സും കേൾക്കാനല്ല ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അവരെത്രത്തോളം നെഗറ്റീവായിട്ട് പറയുമോ സ്നേഹം കാണിക്കുമോ നമ്മൾ വി ഷുഡ് ബി ഓൺ അവർ സ്റ്റാൻഡ്. നമ്മൾ ആ
ലെവൽ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓവറായിട്ട് എക്സൈറ്റഡ് ആവാൻ പാടില്ല, ഓവറായിട്ട് സന്തോഷമോ സ്നേഹമോ ബഹുമാനമോ ഒന്നും കാണിക്കാൻ നമ്മൾ ന്യൂട്രലായിട്ട് നമ്മൾ ഫേസിൽ മുന്നോട്ട് പോവാം. ചിലപ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കും. ഫ്രണ്ട് ചായ കുടിച്ചിട്ട് ചായ എന്ന് പറയും. ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ചൂട് ചായ ഇതൊക്കെ തീർന്നാലും ചായ തീരില്ല, പോകാൻ പറ്റില്ല. അവരെ അവസരം ഫോണിൽ ചായ എന്നുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമുക്ക് 2 ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും, നമ്മളെടുത്ത് കഴിക്കും, സന്തോഷത്തോടെ കഴിക്കുന്നത് കുഴപ്പമില്ല, അവർ പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ പിന്നെ ഒക്കെ കാര്യങ്ങൾ അവസാനം നമ്മൾ ബിസ്ക്കറ്റ് സാറ് കഴിക്കാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇത് അവരെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. നമ്മൾ ആ പ്രസ്ഥാനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഫ്രീഡം കാണിക്കുമ്പോൾ നമ്മളത് മിസ്യൂസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇല്ലേ? ആ കമ്പനിയിൽ ചിലപ്പോൾ ഒരു മാനേജറായിരിക്കും, നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായിരിക്കും. അപ്പോൾ നാളെ അയാൾ നമ്മുടെ തോളി കഴിക്കുമ്പോൾ തിരിച്ച് അടുത്ത ദിവസം നമ്മളൊന്ന് അയാളെ തോളി കഴിക്കണമെന്നുള്ള അയാൾ പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പോയിന്റ് അവർ സംസാരിക്കുന്നതിന് പെരുമാറുന്നതിന് നമ്മൾ ഇതായിരിക്കും. നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി, റിലേറ്റ് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ പറഞ്ഞത് സ്വാതന്ത്ര്യം എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സിറ്റുവേഷൻ പാനിക് ആക്കുന്നത് നമ്മൾ ദേഷ്യപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ 100% മാർക്കുള്ളതുകൊണ്ട് നമുക്കൊരിടത്തും ജോലി കിട്ടില്ല. ജോലി ചെയ്യാനുള്ള നമ്മുടെ മാനസികാവസ്ഥയ്ക്കും അതിനുള്ള നമ്മുടെ കേപ്പബിലിറ്റിക്കുമാണ് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. നമ്മളെക്കാളും ക്വാളിഫൈഡ് ആയിട്ട് നമ്മളെ കൂടെ പഠിച്ച ഫസ്റ്റ് റാങ്കുകാരൻ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമായിരിക്കും ഇൻ്റർവ്യൂ. അപ്പോഴേ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു, അയ്യോ ഫസ്റ്റ് റാങ്ക് ആണ്, അവൻ ആ ജോലി എന്തായാലും കിട്ടും, ഒരിക്കലും വിചാരിക്കേണ്ട, എന്ന് അവർ നേരത്തെ കിട്ടിയത്. അപ്പോൾ അതല്ല, റാങ്ക് ഓർഡറോ മാർക്കോ അല്ല, ഇതൊക്കെ നമ്മുടെ എലിജിബിലിറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് വരിക. ഓക്കെ, നമ്മളിപ്പോൾ വരെ കയറുമ്പോഴത്തേക്കും റൂമിൻ്റെ അകത്ത് കയറി നമ്മൾ ഡോറുണ്ടെങ്കിൽ നോക്ക് ചെയ്യുക, കയറിക്കോട്ടെ എന്ന് ചോദിക്കുക. കയറി അകത്തതിന് ശേഷം ചാടി അപ്പോഴേ കയറി ഇരിക്കരുത്. അദ്ദേഹം ചോദിക്കും, സാർ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുക, സാർ ഇനിമയായി എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഇരിക്കുക. ഇരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ചെയറിൽ നമ്മളെ നട്ടലിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഒരു 5 പേര് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ എങ്ങനെ വിഷ് ചെയ്യും? ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ ഇങ്ങനെ പറയാൻ പറ്റും. ആകപ്പാടെ 30 സെക്കൻഡ് 1 മിനിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഗുഡ് മോർണിംഗ് തന്നെ തീരും. അപ്പം 5 പേരുണ്ട്, അതിൽ 4 ആണുങ്ങളും ഒരു ലേഡിയും ആണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയാം. ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ആദ്യം ലേഡീനെ വിഷ് ചെയ്യും. ദാറ്റ് വിൽ ഗിവ് എ മോർ ഇംപ്രഷൻ, പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവും. നമ്മളൊരു ലേഡീനെ ആദ്യം വിഷ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം ബെറ്റർ യു വിഷ് ലേഡി ഫസ്റ്റ്. പിന്നെ എല്ലാവരും കൂടെ ചേർത്ത് വെച്ച് ഐ കോൺടാക്ട് വെച്ച് പറയാം. അതിങ്ങനെ മുകളിലിരിക്കുന്ന പല്ലിയെ നോക്കിക്കൊണ്ടല്ല പറയേണ്ടത്, ഈ ഇരിക്കുന്നവരുടെ ഐ കോൺടാക്ട് വെച്ച് വേണം നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംസാരം എല്ലാം എപ്പോഴും ഐ കോൺടാക്റ്റിലായിരിക്കണം. നമ്മൾ താഴെ നോക്കി പണ്ട് പരീക്ഷ എഴുതുപോലെ സൈഡിൽ മുൻപിൽ നോക്കി പോയാൽ അതൊന്നും പറ്റില്ല. ഐ കോൺടാക്ട് വെച്ച് നമ്മൾ സംസാരിക്കണം. കണ്ണിൽ നോക്കി സാർ സന്തോഷം, നമുക്ക് അറിഞ്ഞുവിടാത്ത ഒരുത്തവരാണെങ്കിൽ സാർ അറിയില്ല, ഐ വിൽ പ്രിപ്പയർ. നമ്മൾ മാന്യമായി പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഒരു ചോദ്യം മനസ്സിലായില്ല, മണ്ടത്തരം പറഞ്ഞതിനേക്കാൾ സാർ മനസ്സിലായി ഒന്നുകൂടെ പറയാമോ, ചോദിക്കാമോ, ചോദിക്കണം. ഒരു മടിയും വേണം. ചിലപ്പോൾ അയാൾ തെറ്റിച്ച് ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ചോദിച്ചാൽ വേറെ ഉത്തരമായിപ്പോൾ നമ്മൾ പറയും. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് വ്യക്തമായിട്ട് പറയുക. പിന്നെ ഡ്രസ്സ് മാക്സിമം മറ്റേ കിളിപ്പറ്റി ഒന്നും ഇട്ടുകൊണ്ട് പോകാതെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അതായത് ലൈറ്റ് കളേഴ്സ്. ഇപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ ഷർട്ട്, ഡാർക്ക് കളർ പാൻറ്റ് ഇട്ട് ടക്കിങ് ചെയ്ത് ഇപ്പോൾ ഒരു മാനേജർ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മുണ്ട കൊടുത്ത് കൂടിയൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അത് ആ ഒരു മാനേജർ എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ നമ്മൾ കൊടുക്കുക. ഒന്ന് നമ്മൾ ഇൻസൈഡൊക്കെ ചെയ്ത് വൃത്തിയാക്കി താടി വെക്കണമെന്നൊന്നും ഒരു കുഴപ്പമില്ല. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. താടിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ട് കല്യാണത്തിന് ഒരുപാട് വളയൊക്കെ ഇട്ട് പോയി കിട്ടുന്ന ഒരു കാര്യമില്ല. നമ്മൾ അവിടെ ഒരു മോഡലാവാനല്ല പോകുന്നത് അവരുടെ ജോലിയുടെ രീതിയിൽ. ഓക്കെ, അപ്പം മിതമായ രീതിയിലുള്ള ഓർണമെന്റ്സ് ഉപയോഗിക്കുക, ലൈറ്റ് കളർ ഡ്രസ്സസ് ഉപയോഗിക്കുക, ഒരുപാട് ലിപ്സ്റ്റിക്കൊന്നും വാരി ഇടാതിരിക്കുക, നോർമലായിട്ട് ബിഹേവ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കിടുന്ന പല പോയിന്റിൽ വരുന്ന സാധ്യതയായിരിക്കും. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നതാണ് ജോലി കിട്ടുമോ സാർ എന്നുള്ളൊരു ചോദ്യം. അതിന് സ്വാഭാവികമായിട്ടും ചോദിക്കും. ഇനി എന്തെങ്കിലും ഞങ്ങളൊന്ന് ചോദിക്കാനുണ്ടോ? നമ്മൾ ആദ്യം ചോദിക്കും, സാർ ജോലി കിട്ടുമോ എന്നുള്ളത്. പിന്നെ സാർ ലീവ് ഉണ്ടോ? സാർ ശമ്പളം 1-ാം തീയതി കിട്ടുമോ? ഇതൊക്കെ നമുക്ക് എപ്പോഴുള്ളൊരു ബഹുമാനം. ഇതൊക്കെ ജോലി കിട്ടിയതിന് ശേഷം ചോദിക്കാനുള്ള ജോലികളാണ്. അപ്പോൾ ചോദിക്കുന്നത്, സാർ ഞാൻ പെർഫോം ചെയ്തതിന് എന്തെങ്കിലും ഞാൻ റെക്ടിഫൈ ചെയ്തതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഐ ക്യാൻ ഇംപ്രവൈസ്. അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ തുടങ്ങുമ്പോൾ എനിക്ക് കുറേ കൂടെ നോളജൊക്കെ അക്വയർ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ആയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ സാറിൻ്റെ വീട് എവിടെയാണ്,
ഇതിന് വേണം നമുക്ക് അവിടെയുള്ള MLA ഇൻഫ്ലുവൻസ് ചെയ്ത് ജോലിക്ക് കയറാം, അങ്ങനെയൊന്നും വിചാരിക്കുന്നത്, അങ്ങനെയൊന്നും ആരും കൊടുക്കില്ല. പിന്നെ അവസാനം ഒരു പ്രാരാബ്ധം, വീട്ടിലെ ഏക മെമ്പറാണ്, 5 പെങ്ങന്മാരുണ്ട്, അമ്മ അറിയാതെ കിടക്കണം, ഇതൊന്നും അവിടെ ചിലവാകില്ല. ഓക്കെ, ഇതൊന്നും അവിടെ ചിലവാകില്ല. ആ കണ്ണീര് വേസ്റ്റ് ആവും, സമയം വേസ്റ്റ് ആവുള്ളൂ. ഇതൊന്നും അവിടെ ആരും എടുക്കില്ല. അങ്ങനെ ഒന്നും പറയരുത്. നമ്മളെ ക്ലിയർ സ്റ്റാൻഡിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. അതാണ് ആദ്യം കോൺഫിഡൻസ്. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസിൽ നമ്മൾ നിന്ന് വേണം ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ. അവർക്ക് തോന്നണം ഈ വ്യക്തിയെ നമ്മുടെ സ്ഥാപനത്തിലെടുത്താൽ സ്ഥാപനത്തിന് എനിക്കും നല്ലതാണ് എന്നത് തോന്നുന്ന രീതിയിലുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്താൽ ടെക്നിക്കലി നമ്മൾ കുറച്ച് താഴോട്ടാണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മളെ സപ്ലിമെന്റ് ചെയ്യും. ഈ കാര്യങ്ങൾ നമ്മൾ സപ്ലിമെന്റ് ചെയ്യും. ചിലപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല, റിജക്ഷന് വേണ്ടിയിട്ട് അവർ വിളിക്കും, നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ല സാർ, കുഴപ്പമില്ല സാർ, ഇനി എന്തെങ്കിലും വേക്കൻസി വേണമെങ്കിൽ പറയണം സാർ എന്ന് പറയും. ചിലപ്പോൾ സെലക്ട് ചെയ്ത ആളിന് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ മര്യാദയ്ക്കത കുറച്ച് ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടാം. അല്ലാതെ വിളിക്കാൻ വേണ്ടി തിരിച്ചായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതെൻ്റെ അടുത്ത് അല്ലെങ്കിൽ അത് പറഞ്ഞാൽ കൂടായ്മ എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ നമ്മൾ അടിപ്പിക്കും. അപ്പോൾ ആ നെഗറ്റീവ് പോൾസ് പോലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒരു അവസരം. നമ്മളെല്ലാവരും ജോലി വരുന്ന എല്ലാവരുടെ മാർക്ക് കണ്ടിരുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണ് മെജോറിറ്റി അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്നത്. കാരണം നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ ടീമായിട്ട് നിൽക്കും, നമുക്ക് വേണ്ട കാര്യം നമ്മുടെ കൂടെ നിന്ന് ചെയ്യും. അല്ലാതെ കയറി വന്നവൻ എൻ്റെ കഥയിൽ കയറിയിരിക്കാൻ നോക്കും എന്ന് തോന്നുന്ന ഒരാളിനെ അവിടെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകില്ല. അപ്പോൾ ആദ്യത്തെ സീരീസിൽ തുടങ്ങിയാൽ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് 14-ാം തീയതി രാവിലെയോടുകൂടി തീരണം. 15-ാം തീയതി രാവിലെ നിങ്ങൾ ഫ്രഷായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം. ചന്തയിൽ പോകുന്ന വഴിക്ക് പോകുന്നതല്ല, നമ്മുടെ ആവശ്യത്തിന് പോകുന്നതാണ്. എന്തായാലും നീ ലാഭത്തിന് കിട്ടി, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഇതും കൂടെ ഒന്ന് കറങ്ങിയിട്ട് പോകുന്നതിലേക്ക് കറങ്ങിയിട്ട് പോകുന്നത് സമാധാനപരമായിട്ട് അപ്രോച്ച് ചെയ്യണം. ആയിരക്കണക്കിന് പേരാണ് നമ്മുടെ മണ്ഡലത്തിൽ ജോലിയില്ലാതെ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്കും നമ്മൾ ബഹുമാനിക്കണം. നമ്മളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ജോലിക്ക് അത്യാവശ്യമുള്ള ആൾക്കാരുണ്ടാവും, അവരും ഇതുപോലെ അവർ ക്യൂവിലുണ്ടാവും. എല്ലാവരെയും ബഹുമാനിക്കുക. ഈ മ്യൂച്വൽ റെസ്പെക്ട്, ഈ കണ്ടേ ആ ബഹുമാനത്തോടെ കൊണ്ട് തന്നെ അന്ന് അവർ പങ്കെടുത്ത് മുന്നോട്ട് പോകണം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാവർക്കും ജോലി കിട്ടി? എത്ര മിനിറ്റ് എടുക്കും സാധാരണ ഇന്റർവ്യൂസ്? ഒരു 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റിനകത്ത് സാധാരണ അവർ തീർക്കണം. അത് മുന്നിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് എക്സൈറ്റ്മെൻറ്റ് കാണിക്കരുത്. അപ്പോഴും നമ്മൾ ആ ഫേസ് നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ഓക്കെ, റെസ്യൂമിനെ എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ. അജി അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ടാവും, അജി സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കണ്ടൻസ് നോക്കി തന്നെ പ്രിപ്പയർ കാര്യം പറഞ്ഞു. അത് ഓർക്കുക, പാനിക്കാവുന്നത് സമാധാനപരമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. ആ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത് ഫ്രണ്ടിൽ നിൽക്കണവൻ ഞാൻ ഈ പറഞ്ഞ റാങ്ക് ഹോൾഡറാണ് ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല, താഴെ ആരും വിളിക്കണമെന്ന് പറഞ്ഞാൽ അവരെ മാറ്റി വെച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുമില്ല. റാങ്ക് ഹോൾഡർ ആയിരുന്നെങ്കിൽ അവർ നേരത്തെ ജോലി കിട്ടിയിട്ടുണ്ട്. അത് അവരും നമ്മളെപ്പോലെ കോമ്പറ്റീറ്റ് ആക്കിയതായിരിക്കും വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ജോലി. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി പറയുകയാണ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നിങ്ങൾ സമാധാനപരമായി ഇതിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒക്ടോബർ 15 വളരെ സന്തോഷകരമായ ഒരു ദിവസമായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ദിവസം എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും ഈ ഒരു വേദി ഒരുക്കുന്നത് ശരിക്കും MLA-നെ നിങ്ങൾ റിയലി യു ഷുഡ് അപ്രീഷിയേറ്റ്. കാരണം ഇത് ശരിക്കും ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഓറിയന്റേഷൻ വേണ്ട എന്ന് പറയും. പക്ഷേ പുള്ളിക്ക് ഇത് ചെയ്യാനുണ്ടായ ഒരു കാരണം സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ജോബ് നടത്തിയാൽ പോരാ. അതുകൊണ്ട് ആൾക്കാർക്ക് ഗുണം കിട്ടണം എന്നുള്ള പുള്ളിയുടെ ഒരു വിഷൻ്റെ പുറത്താണ് ഉദ്ദേശിച്ചത്. അവർ എല്ലാ പഞ്ചായത്തിൻ്റെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു. 6ാമത്തെ പഞ്ചായത്താണ്. എല്ലാ പഞ്ചായത്തിനും വളരെ എഫേർട്ട് എടുത്ത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ എല്ലാ ജോലികളും മാറ്റി ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ കിട്ടുന്ന ശമ്പളം പകുതി അവർക്ക് കൊടുക്കുന്നുള്ളത് കൊണ്ടല്ല.
നമ്മുടെ നാട്ടിന് എന്തെങ്കിലും ഗുണം ഇവിടെയുള്ള ചെറുപ്പക്കാർക്കും എല്ലാവർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ധാരണയിലുണ്ടാകും. അതിനെ പോസിറ്റീവായിട്ട് നല്ല സെൻസിലും എടുക്കുക. എല്ലാവർക്കും 15-ാം തീയതി ജോലി കിട്ടിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഡയറക്ടർ മിസ്റ്റർ വിപിൻ കുമാർ